സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷ് കണാരൻ എവിടെ? അയാളെ ഇപ്പോഴും സിനിമയിലൊന്നും കാണുന്നില്ലല്ലോ. ഒരു പ്രോഗ്രാമിൽ പോലും അയാളില്ല. ഒരുപാട് നാളുകളായി അയാളെ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയും കൂടി വന്നു. അയാൾക്ക് ഗുരുതരമായ രോഗമാണ്, അയാൾ ഇനി സിനിമയിൽ അഭിനയിക്കില്ല. നമ്മളെല്ലാവരും അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ വന്നു പറഞ്ഞ് എനിക്കൊരു രോഗവുമില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ കുറച്ച് റെസ്റ്റിലാണ് എന്നാണ് അയാൾ പറഞ്ഞത്. ഏതായാലും ആ റെസ്റ്റ് എന്തിനു വേണ്ടിയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ഒരു വിവരമാണ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഹരീഷ് കണാരൻ സിനിമയിൽ നിന്നും അപ്രത്യക്ഷം ആയതൊന്നുമല്ല, അയാളെ മനഃപൂർവ്വം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തഴഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഡേറ്റിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, സിനിമയിൽ കുറച്ച് ഫെയിമായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാനേജറെ പോലെ ഏതെങ്കിലും ഒരാൾ നമുക്ക് വരും. അങ്ങനെ ആ പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാ കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ അയാൾ തന്നെയാണ്. അങ്ങനെ ഹരീഷ് കണാരൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഒരു 20 ലക്ഷം രൂപയുടെ ആവശ്യം വരികയാണ്. ഏതായാലും കണാരൻ പറഞ്ഞു, എൻ്റെ വീട് പണിക്ക് വെച്ച കുറച്ച് പൈസയുണ്ട്, ഞാൻ അങ്ങോട്ട് തരട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സുകൊണ്ട് 20 ലക്ഷം രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു പലിശ പോലും ഇല്ലാതെ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ മാത്രം അയാൾ കൊടുക്കുകയാണ്. പക്ഷെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ ഭീഷണികൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അയാൾ മർദ്ദിക്കുമെന്ന് പറയൽ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭീഷണികളാണ് വന്നത്. ഏതായാലും മാനസികപരമായിട്ട് തകർന്ന കണാരൻ ഒരുപാട് ഫൈറ്റ് ചെയ്തതിന് ശേഷം ഒരു 5-6 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. പിന്നീട് എന്ന് പറഞ്ഞാൽ അമ്മയിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുകയാണ്. പക്ഷേ കണാരനെക്കാട്ടി സ്ട്രോങ് ആണ് ഈ പുള്ളിക്കാരൻ. എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നോക്കുന്നതാണ്. അതുകൊണ്ട് അയാളെ പണക്കാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇടപെട്ടോ ഇടപെട്ടില്ലേ എന്നറിയില്ല. ഏതായാലും അതിനെ പറ്റിയിട്ട് കണാരനൊന്നും പറയുന്നില്ല. അങ്ങനെ അതിനുശേഷമാണ് ഒരു ദിവസം ടൊവിനോയെ കണ്ടത്. ടൊവിനോയെ കണ്ടപ്പോൾ ARM എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കരമായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടൊവിനോയെ കണ്ടപ്പോൾ ടൊവിനോ ചോദിച്ചു, ചേട്ടൻ എന്തുകൊണ്ടാണ് എന്നാ അഭിനയിക്കാൻ വരാൻ ചെയ്തത്? ചേട്ടൻ കണ്ടില്ലേ സിനിമ, എത്ര നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാണ്, ചേട്ടൻ നല്ലൊരു വേഷമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ശരിക്കും ഹരീഷ് കണാരൻ ഞെട്ടിപ്പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നയാള് പലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇയാൾ സിനിമ അഭിനയിക്കില്ല, ഇയാൾക്ക് സമയമില്ല, ഇയാൾ വരില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായങ്ങൾ, ഒരു വലിയ ചതിയുമായിരുന്നു. പാവപ്പെട്ട ഈ കോഴിക്കോടുകാരൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായില്ല. അയാൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിചാരിച്ചത് എനിക്ക് അവസരങ്ങളൊന്നും വരാത്തത് കൊണ്ടായിരിക്കും എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വൻ ചതിയുണ്ടെന്ന് ഇന്ന് അയാൾ വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് രോഗമുണ്ട് എന്ന് വരെ പറഞ്ഞു പരത്തിയത് ഈ പഹയനായിരിക്കാം. അതായത് ഈ ഒരു മലയാള സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വൃത്തികെട്ട ജന്മങ്ങള് ഒരുപാടെണ്ണമുണ്ട്. വല്ലവന്റെയും മൂട് താങ്ങിയിട്ടും വളരെ മോശക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഉണ്ട് എന്നാണ് ഹരീഷ് കണാരൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഏതായാലും അയാളുടെ ആ ഒരു ജീവിത സാഹചര്യവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെടുന്നു, അതിനുശേഷം എന്ന് പറഞ്ഞാൽ അച്ഛനെ നഷ്ടപ്പെടുന്നു, പിന്നീട് അമ്മാവന്മാരുടെയും അതുപോലെ ചിറ്റപ്പന്മാരുടെയൊക്കെ സംരക്ഷണയിലായിരുന്നു. ഏതായാലും വളർന്നപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹം പെയിന്റിങ്ങിന്റെ പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും എല്ലാവരും ചേർന്ന് മിമിക്രി രംഗത്തേക്ക് പിന്നീട് മാറുകയാണ്. അവിടെ മിമിക്രി ഇല്ലാത്തപ്പോഴേ നാട്ടിൽ വന്ന് പെയിന്റിങ്ങിന്റെ പണിക്ക് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ ഇയാൾ ദിലീപിന്റെ വലിയ ഫാനാണ്. അങ്ങനെ പല പ്രോഗ്രാമുകളും കിട്ടാൻ തുടങ്ങി. പിന്നീട് സിനിമയിലേക്ക് ഒരു എൻട്രി അങ്ങ് കിട്ടുകയാണ്. ആ എൻട്രി കിട്ടിയപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏതായാലും ഇത്രയും മാസങ്ങൾ കൊണ്ട് ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി. ആ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിനിയോഗിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കല്യാണം തന്നെ എന്ന് പറഞ്ഞ ഒരു വലിയ ഫൈറ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പെയിന്റിങ് പണിക്കാരനാണ്. അതുമാത്രവുമല്ല വീട്ടിലെ അച്ഛനും അമ്മയും ആരുമില്ല. അവർ തികച്ചെന്ന് പറഞ്ഞാൽ ഒരു അനാഥം തന്നെയാണ്. ഏതായാലും ഇദ്ദേഹം സ്നേഹിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാര് ഒരു വലിയ പണക്കാരാണ്. അവർ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഹരീഷ് കണാരനെ പോലെയുള്ള ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ആ പെണ്ണിന്റെ ഭാവി എന്താകും? കാരണം ഇവനീ പെയിന്റ് അടിച്ച് നടക്കലും അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിൽ മിമിക്രി അവതരിപ്പിക്കലും മാത്രമാണ് അപ്പോഴത്തെ ആ ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ. ഏതായാലും ആ ഒരു സഹോദരി ആ ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, നീ കാത്തിരിക്കണം, ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വരും, പക്ഷെ വരുമ്പോൾ ഈ ഒരു കോലത്തിലായിരിക്കില്ല, അതെന്ന് പറഞ്ഞാൽ സിനിമയിൽ എത്തിയിട്ട് നിന്നെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സിനിമയിൽ കയറുന്നു. അങ്ങനെ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരെല്ലാവരും സമ്മതിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പണമായില്ലേ, പണമായി
കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പണത്തിൻ്റെ മുകളിൽ മറ്റേ ഇതും പറക്കൂല എന്നല്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം വളരെ ഗ്രാൻഡായിട്ട് നടക്കുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീട് വെച്ചിരിക്കുകയാണ്, വണ്ടികൾ വാങ്ങിക്കുന്നു. അങ്ങനെ ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷറി ലൈഫ് തന്നെയാണ് നയിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ആ രോഗമാണ് എന്നൊക്കെ അറിഞ്ഞപ്പോഴും മലയാളികൾ എല്ലാവരും ഭയന്നുപോയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും സിനിമയിലൊന്നും കാണാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ അജണ്ടയുടെ ഭാഗമായിരുന്നു. എല്ലാം എനിക്ക് തോന്നുന്നത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഇയാൾ മനഃപൂർവ്വം ചെയ്തു വെച്ചതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരീഷ് കണാരൻ ഇതിപ്പോഴും തുറന്നു പറഞ്ഞു. ഇപ്പോഴത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് പടങ്ങൾ കിട്ടാൻ തുടങ്ങി, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങി. എല്ലാവർക്കും മനസ്സിലായി ഇയാളെ ഒതുക്കാൻ വേണ്ടിയിട്ട് പലരും കളിച്ച കളിയാണെന്ന്. അങ്ങനെ അയാൾക്ക് ഇപ്പോഴും സിനിമ കിട്ടുന്നുണ്ട്, ഇപ്പോഴും സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പാണ് എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, മലയാള സിനിമയിൽ ഇതുപോലെയുള്ള പ്രൊഡക്ഷൻ മുതലാളിമാർ, അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ, അവർ ഒതുക്കിയ എത്ര പേരുണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഉണ്ണും മുന്തനുമായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട്, സിനിമ പിടിച്ചു കൊടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയല്ലേ ഹരീഷ് കണാരനോടും ചെയ്തത്. അയാൾക്ക് സിനിമയില്ല, ഇനി നിങ്ങൾക്ക് സിനിമ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റേവർ വിളിക്കുമ്പോൾ ഡേറ്റ് ഇല്ല, ഇല്ലെങ്കിൽ അമിതമായിട്ട് പ്രതിഫലങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ മനുഷ്യൻ്റെ കരിയർ തന്നെ നശിപ്പിക്കാനാണ് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മാന്യൻ 20 ലക്ഷം രൂപയാണ് ഈ മനുഷ്യനോട്, പാവപ്പെട്ട ഈ മനുഷ്യനോട് വാങ്ങിക്കൊടുത്തത്. എന്നിട്ടും കൂടി ഒരു ഉളുപ്പില്ലാതെ ആ മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയ അവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ 7 തലമുറകൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം മോശമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് പറയുമ്പോൾ ശരിക്ക് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇനി സിനിമയില്ല എന്ന് വിചാരിച്ച് ഞാൻ പട്ടിണി കിടക്കത്തില്ല, ഞാൻ പഴയ പണിയറിയാം, അതുപോലെ ഉത്സവ പറമ്പിൽ പോയി കഴിഞ്ഞാലും എനിക്ക് അത്യാവശ്യം സ്റ്റേജ് ഷോ കിട്ടും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയും എല്ലാ പണിയും ഞാൻ ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയൊന്നുമില്ല, ഞാൻ നല്ല പ്രതിഫലം വാങ്ങിച്ചതുകൊണ്ട് അതെല്ലാം നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഹരീഷ് കണാരൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, അയാൾക്ക് ഒരു രോഗവുമില്ല, അയാൾ നല്ല പയറുമണി പോലെ ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും അയാളെ പിടിച്ച് രോഗിയാക്കരുത്. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അയാളെ തേടിയെത്തേണ്ടതാണ്. ഇപ്പോഴിനി അടുത്ത റിലീസിന് ഒരുങ്ങുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില്ലൻ ടച്ചുള്ള ഒരു നെഗറ്റീവ് റോള് തന്നെയാണ്. ഏതായാലും അത് എല്ലാവരും കാത്തിരിക്കുകയാണ്, പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ആ ഒരു റോള് എന്തായിരിക്കും എന്നറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും ഹരീഷ് കണാരനെ അങ്ങനെയൊന്നും മലയാള സിനിമയ്ക്ക് കൈവിടാൻ കഴിയില്ല. ഇതുപോലെ പാര വെക്കുന്ന ആൾക്കാരെ തിരിച്ചറിയുക തന്നെ വേണം. സിനിമയിൽ ഇതൊക്കെ സാധാരണമാണ് എന്നെല്ലാവരും പറയും. പക്ഷേ കിട്ടേണ്ടവനെ കിട്ടേണ്ട രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവനല്ല, ഇവൻ്റെ അപ്പുറത്തുള്ളവരെ അനങ്ങില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ പാര വെക്കുന്ന ജനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.